പിള്ളേർ പേഷ്യൻ്റ് അല്ല. പിന്നെ ഇവര് മറ്റേ ഓരോ സ്ട്രാറ്റജിയുടെ പറയുകയാണേ. ഇവരൊക്കെ വിചാരം എന്തോ ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ഉണ്ടെന്നാണ്. ആർക്ക് ക്ഷമയില്ല. ഇന്ന് ട്രേഡ് ചെയ്ത് എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്ട്രാറ്റജി കിട്ടും, ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്. ആൾക്കാർ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആദ്യം 100K അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് തുടങ്ങിയ ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ വീഡിയോസ് ഇല്ലായിരുന്നു. ഇന്നലെ ഓഫ്ലൈൻ വെച്ചിട്ട് പിള്ളേരോട് സംസാരിച്ചപ്പോഴത്തേക്കും ഇത് മിക്ക എണ്ണം ട്രേഡ് ചെയ്യുന്നതിന് ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുന്നവരും 2-3 പേര് ചെയ്യുന്നില്ല. എല്ലാം ഡീപ്പായിട്ട് പഠിച്ചിട്ട് അവർ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ട്രേഡ്. ഏതാ നമ്മുടെ ഇപ്പം തീരാറായ ബാച്ച് അതിൽ 2-3 പേര് ബാക്കി എല്ലാവർക്കും ഫണ്ടഡ് അക്കൗണ്ട് ഫേസ്ബുക്കൊക്കെ പാസ് ആയി. ഇപ്പം ഞാൻ ചേച്ചി പറഞ്ഞ് ഇവർക്ക് അത് പഠിക്കണം, ഈ സ്ട്രാറ്റജി പഠിക്കണം, മറ്റേ സ്ട്രാറ്റജി പഠിക്കണം, ICT പഠിക്കണം, SMC പഠിക്കണം, ഇതെല്ലാം പഠിച്ചിട്ട് ഇവർ ട്രേഡ് ചെയ്ത് തുടങ്ങുന്നു. ഇതിന് അവരോടും നിങ്ങൾക്ക് ഇതിൽ ഓരോതിലും വർക്കൗട്ട് ആവുന്ന ഓരോ കാര്യം, ഓരോ ആൾക്കാർക്കും വർക്കൗട്ട് ആവുന്ന ഓരോ കാര്യം. ഇത് നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ എന്നിത് പഠിച്ച് ഇവർ ചെയ്ത് നോക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് ഫ്രീ കണ്ടന്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ കണ്ടന്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള പരിപാടിയും സംഭവങ്ങളൊക്കെ ആണ്, ശരിയാണ്. പക്ഷേ ഇത് പുതുതായിട്ട് തുടങ്ങുന്നൊരു ബിഗിനർ അറിയാത്തൊരു കാര്യം, ഇവർ കണ്ടന്റ് പഠിച്ചിട്ട് അവർക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് അറിയത്തില്ല. ഇവർ കുറേ കണ്ടന്റ് ഇങ്ങനെ നോക്കും, എന്നിട്ട് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു 2 സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നേരെ അടുത്ത ആളുടെ സ്ട്രാറ്റജിയിലോട്ട് പോകും. ടെസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഈ മാസങ്ങളൊന്നല്ല വർഷങ്ങളിൽ നിന്ന് ഓരോന്നും നോക്കി ഓക്കെ എല്ലാം സെറ്റായി എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് സൈക്കിളും അടുത്ത കൊള്ളവരും അടുത്ത സ്ട്രാറ്റജി. ഇത്രയും വർഷം എടുത്തിട്ട് ആ ഒരു സാധനം ഒന്ന് കറക്റ്റായിട്ട് വരുന്നത്. ഇവർക്ക് 3 മാസം കൊണ്ട് എല്ലാം സെറ്റ് ആവണം. ലോസ് അതിലൊരു പയ്യനൊക്കെ ഉണ്ട് 2 ആഴ്ചയായിട്ട് ഫണ്ടഡ് അക്കൗണ്ട് നിൽക്കുന്നുണ്ട്, ബ്രേക്ക് ഈവന്. ഓക്കെ, വളരെ നല്ല കാര്യം. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഡേയ്സിനുള്ളിലാണ് ഫണ്ടഡ് അക്കൗണ്ട് ബ്രീച്ച് ആയി പോകുന്നത്. ഞാൻ പറഞ്ഞു മോനെ അത് വലിയ കാര്യമാണ്. അപ്പൊ അവൻ അത് പോരാ. പിള്ളേർ പേഷ്യൻ്റ് അല്ല. പിന്നെ ഇവര് മറ്റേ ഓരോ സ്ട്രാറ്റജിയുടെ പറയുകയാണേ. ഇവരൊക്കെ വിചാരം എന്തോ ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ഉണ്ടെന്നാണ്. പക്ഷേ ഈ എല്ലാ ട്രേഡേഴ്സും ഇപ്പൊ പറയുന്ന പോലെ നമ്മളെല്ലാം കണ്ടന്റ് ചെയ്യുന്നുണ്ട്, പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് വർക്കൗട്ട് ആവുന്ന സാധനമുണ്ട്. നമുക്ക് എന്താവർക്കും 2 രീതിയാണ്. 100 ട്രേഡേഴ്സിന്റെ 100 അത് നമ്മളെ 2 ദിവസം വൈകിട്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം 2 രീതിയിലാണ് റിലൈസ് ചെയ്തത്. ഞാൻ ഹയർ ടൈം ഫ്രെയിം പറയും, ഞാൻ ലോവർ ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് പറ്റത്തുമില്ല. അതാണ് ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഇവര് മൊത്തം കുളമോ. അതാണ് ആൾക്കാർക്ക് ഒരു സ്ട്രാറ്റജി കിട്ടിയ ഒരു 6 മാസം കംപ്ലീറ്റ് ഡേറ്റോ 2 വർഷത്തെ ബാക്ക് ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ തന്നെ അതൊന്ന് ട്രേഡ് ചെയ്ത് നോക്കിയോ, ആർക്ക് ക്ഷമയില്ല. ഇന്ന് ട്രേഡ് ചെയ്ത് എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്ട്രാറ്റജി കിട്ടും, ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്. മനസ്സിലായില്ലെങ്കിൽ ഒരാളും ഒരു ട്രേഡർ ആവാൻ പോകുന്നില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. മെയിൻലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു റീൽ കണ്ടന്റ്സ് എല്ലാവരും പുഷ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സ് ചെയ്യാണ്, മെയിൻലി ഫോറക്സ് ചെയ്യുന്നവര്. ഞാൻ പണ്ടൊരു പയ്യനോട് സംസാരിച്ച അവൻ അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പിടിച്ചിട്ട് അവൻ പറഞ്ഞു അവന് സ്ട്രാറ്റജി ഒന്നുമില്ല, സ്ട്രാറ്റജി പിടിക്കാം. ഞാൻ പറഞ്ഞു മോനെ നിനക്ക് എന്ത് സ്ട്രാറ്റജി വേണ്ട, അടിക്ക് നിനക്ക് എന്ത് സ്ട്രാറ്റജിയാണ് വേണ്ടത്. അപ്പം പറഞ്ഞ് അതൊന്നും എനിക്കറിയില്ല, എനിക്ക് പക്ഷേ സ്ട്രാറ്റജി വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞതൊക്കെ തരാം. ഇത് പ്രോഫിറ്റബിൾ. അവൻ പറഞ്ഞ അതല്ല, എനിക്കതൊന്നും അറിയത്തില്ല, എനിക്ക് സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി എന്താണെന്ന് പോലും യുവമാർക്ക് അറിയത്തില്ലെന്നുള്ള സത്യം. എന്നിട്ട് എല്ലാം വേണം. അതാണ് കാരണം. ഇവിടെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ടല്ലോ. ഇനി പറഞ്ഞാൽ ഇത് വർക്കാകത്തില്ല. ICT തെറി പറയാൻ കുറെ പേര്, SMC തെറി പറയാൻ കുറെ പേര്, പ്രൈസ് ആക്ഷനെ പറയാൻ പേര്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, നല്ല ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഒരു സ്ട്രാറ്റജിയിലും ബൈ സെല്ലിങ് ചെയ്ത് നോക്കാം. ഇതിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരാളുടെ പ്രോഫിറ്റ് എവിടെ ബ്രേക്ക് ചെയ്യാനാവും. അതാണ് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടൊരു പ്രൈസ് ആക്ഷൻ ട്രേഡ് പഠിപ്പിച്ചാൽ എല്ലാവർക്കും അത് വളരെ സിമ്പിളായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഒരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുക, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതേസമയത്ത് SMCയുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇങ്ങനത്തെ വലിയ ടേംസ് പറയുമ്പം സ്റ്റുഡൻസ് ചിന്തിക്കുന്നത് എന്താ, ഇത് വലിയ ടേംസ് എന്തുകൊണ്ട് ഇതെന്തോ ഗോൾഡൻ സ്ട്രാറ്റജിയാണ്. ബേസിക്കലി ഇതെല്ലാം സെയിം ആണ്. പക്ഷേ എൻട്രി എക്സിറ്റിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ തിങ്ക് ചെയ്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ടേംസ് വരുന്ന കാണുമ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇതെന്തോ വലിയ കാര്യമാണ്. എല്ലാം പഠിച്ചാലേ ഇത് ശരിയാവത്തത്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 100 കോഴ്സ് എടുത്തിട്ടുണ്ടാവും, ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും അല്ലാതെ അല്ല. എന്നിട്ട് ഇതിനകത്തിൽ പലതും എനിക്ക് വേസ്റ്റാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എത്തിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് പ്രൈസ് ആക്ഷനിലാണ്, അല്ലെ ടെക്നിക്കൽ അനാലിസിസ്. ഗോൾഡ് ചെല്ലുമ്പോൾ കുറച്ച് ലിക്വിഡിറ്റിയും പരിപാടിയും കൂടെ നോക്കും. അതല്ലാതെ വേറെ ഒന്നും നോക്കുന്നില്ല. പിള്ളേരോട് പറഞ്ഞാൽ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇന്റർനാഷണൽ കോഴ്സ് ചെയ്തു. ഇറ്റ് കോസ്റ്റഡ് എ ബിഗ് എമൗണ്ട്. എമൗണ്ട് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എമൗണ്ട്. ബേസിക് പ്രൈസ് ആക്ഷനാണ്. ഞാൻ വിചാരിച്ചു ഇന്റർനാഷണൽ ലെവൽ സംഭവം അല്ലേ. ഈ പഠിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഞാൻ വിചാരിച്ച എന്തോ ഗോൾഡൻ സ്ട്രാറ്റജി സംഭവം ഒക്കെ തേടി പോയതാണ്. ഒന്നുമില്ല, മാർക്കറ്റ് ആംഗിള്, ഫിബ് യൂസ് ചെയ്യുന്ന ഗോൾഡൻ സോൺ, ബേസിക് ആയിട്ടുള്ള
വെറും ഏറ്റവും ബേസിക്. ഇവനുണ്ട് ബേസിക്. കഴിഞ്ഞ ദിവസം അതിനൊരു ആനന്ദ് പറഞ്ഞില്ലേ മൂവിങ് ആവറേജ് മാത്രം വെച്ചിട്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് പറ്റത്തുമില്ല. ഇപ്പൊ ഈ പഠിച്ച കോഴ്സുകളാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ കോടിക്കണക്കിന് രൂപ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവരുടെ സിസ്റ്റം നമുക്ക് വർക്കൗട്ട് ആക്സെപ്റ്റ് ചെയ്തവർക്ക് വർക്കൗട്ട് ആവുന്ന ഒരു സംഭവം മാത്രം അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ ബാക്ക് ടെസ്റ്റിങ് ഇത്ര സാധനങ്ങൾ പഠിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി പിള്ളേർക്ക് എല്ലാം ഇങ്ങനെ കൈക്കൊണ്ട് വെച്ചു കൊടുക്കണം. ഓക്കെ, അത് ഞാൻ ട്രേഡ് ചെയ്യുന്നു, പൊസിഷൻ ആവും, നീ മുകളിലാണ് നിൽക്കുന്നത്. ആനന്ദ് പറഞ്ഞ സെയിം സാധനം, അതൊരു ബേസിക് EMA ട്രേഡിംഗ് ആണ്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരൻ അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്ത സ്ട്രാറ്റജിയാണ്. ബേസിക് EMA ക്രോസിംഗ് ആണ്, അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്താൽ അത് കംപ്ലീറ്റ് ലോസിലും ആയിരിക്കും, ഉറപ്പാണ്. അത് എന്തോ ഒരു ടൈം ഫ്രെയിം സ്ട്രാറ്റജിയിൽ കറക്റ്റായിട്ട് ഡിസിപ്ലിന്, റിസ്ക് മാനേജ്മെന്റ് 1:1, 1:2 ആ ഒരു റേഞ്ചിലാണ് റിസ്ക് വളരെ കുറച്ച് വെച്ചിട്ട് റിസ്ക് മാനേജ് ചെയ്താണ് ചെയ്യുന്നത്. 2 വരെ എടുക്കുന്നു, 1:2 വരെ മാക്സിമം വരുന്നുള്ളൂ. യെസ്, ഇത്ര വരുന്നുണ്ട്, വിൻ റേറ്റ് ഇത്രയും വരുന്നുണ്ട് പരിപാടി. 12 റാലിയാ എന്റെ RR ഞാൻ കളിക്കുന്നത്. എനിക്കിപ്പോ ലോസിന്റെ നമ്പർ കൂടിയാൽ പോലും പ്രശ്നമില്ല, കാരണം 1:5 RR ഒക്കെ എനിക്ക് കിട്ടും. അപ്പോൾ 20%, 25% പ്രോഫിറ്റ് ഈസിയാണ്. പക്ഷെ ആൾക്കാർ നോക്കൂ, ഇത്ര ലോസ് വന്നു. ലോസ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് മനസ്സിലാക്കാൻ, കാരണം ഇപ്പോഴും പിള്ളേർക്ക് വിഷമമാണ് ഈ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഈ ഒരു സാധനം വന്നില്ല, അല്ലെങ്കിൽ ഒരു ലോസ് എന്താ വിഷമോ, ഫണ്ട് തന്നെ ലോസ് കിട്ടുന്നേക്ക് വിഷമം. ഞാൻ പറഞ്ഞോ മോനെ, നിനക്ക് ഫണ്ടഡ് അക്കൗണ്ട് ഇല്ലേ, നീ ഇത്രയും ദിവസം ചെയ്തില്ലേ, കയ്യിൽ നിന്ന് പോയില്ല. ഫണ്ടഡ് അക്കൗണ്ട് ഒരാൾ, ഒരു ന്യൂ സ്റ്റുഡന്റ് ഒരു 10 ദിവസം ട്രേഡ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബിഗ് തിങ്. ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. കാര്യം നമ്മൾ ഒന്നും ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ബ്രേക്ക് ഇവൻ ഒന്നുമില്ല, ചെയ്ത് തുടങ്ങുന്ന 2 ദിവസത്തിനുള്ളിൽ ഫണ്ടഡ് അക്കൗണ്ട് ബ്രീച്ച് ചെയ്യും. ആ ഒരു ഡിസിപ്ലിൻ ആ സ്റ്റുഡൻസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു ടൈം ഇറ്റ് വിൽ കം. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും 4 ദിവസം കൊണ്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായെന്ന് പറഞ്ഞ പിള്ളേർ ഞാൻ 2 ആഴ്ചയായിട്ട് ഒന്നും ആയില്ല എന്നാണ് ആയിരിക്കുന്നത്. അവന്മാര് അവന്മാരുടെ 3 മാസം കമ്പയർ ചെയ്യുന്നത് ഇവിടെ 3 വർഷമായിട്ടാ. അത് അങ്ങനത്തെ ഈ മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ ഇത്. കാരണം നമ്മളാണേലും കമ്പയർ ചെയ്യുന്ന ഇത്ര 8 വർഷമായിട്ടുള്ളവന്മാരെ മറ്റേ ഒരു 1 മില്യൺ 100K നമ്മളെന്താ ആശുപത്രി. പക്ഷെ അവരത്രയും കണ്ടു, നമ്മൾ പോലും ആലോചിക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസിനെ ഫുള്ളായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ തുടക്കത്തിൽ ബേസിക് ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മളിപ്പോ ക്രാക്ക് ചെയ്തു. ഇപ്പൊ നമ്മുടെ അത്രയും ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാധനത്തിലോട്ട് പോകാൻ പറ്റാത്തത്. അവർക്ക് ഫണ്ട് കുറച്ചുകൂടെ ആക്സസ് കിട്ടിയോണ്ട് പോയി. പക്ഷെ ഇവര് നിൽക്കുന്നതിന് ബേസിക് ലെവലില്ല. നമ്മളൊരു സ്കില്ലെങ്കിലും എത്തി, ഇവരവിടെ പോലും എത്തിയിട്ടില്ല. അവരത് ഫോക്കസ് ചെയ്യുന്നില്ല. എന്നെ കൊണ്ട് പറ്റുമോ, ആദ്യം ഒരു പേ ഔട്ട് എടുക്കുക, ഒരു 5K അല്ലെ ഒരു 50K വാസാവ്, എന്നിട്ടല്ലേ 100K മറ്റേതൊക്കെ വരുന്നത്. അതാണ് സെക്കൻഡ് തിങ്. ആൾക്കാർ ഫണ്ടഡ് അക്കൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ആദ്യം 100K അക്കൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് തുടങ്ങിയ ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ വീഡിയോസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ, നമുക്കൊരു ഫ്ലെക്സിങ് ഐഡിയ, നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, 5,000 ഫണ്ടിങ് എടുക്കണം എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. പ്രശ്നം ഇപ്പൊ പിള്ളേർക്ക് ഈ യൂട്യൂബ് നിശ്ചയം ആക്സസ് ഉള്ളതുകൊണ്ട് ഇവന്മാരെന്തോ വന്നാലും കയറി യൂട്യൂബ് കയറി നോക്കും. എന്നാൽ ഇവന്മാരെവിടാ നിൽക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇവന്മാര് കാണിക്കുന്നില്ല. ഈ ജേർണിയെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ട്രേഡിങ് ഇത് തന്നെ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അതിന് അന്ന് ഫ്ലെക്സ് ചെയ്യുന്ന കാര്യം വില ഇത്ര എനിക്ക് പോസ്റ്റ് കോവിഡ് ആണ് ഇത്രയും ട്രേഡിങ്ങിന്റെ ഒരു പ്രിപ്പയർഡ് ആയിട്ട് വന്നത്. ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ കളിയായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പൊ എല്ലാം ഫോറക്സിന്റെ പരിപാടികളാണ്. ഗോൾഡ്, എന്നാലും ഗോൾഡും ഉണ്ട്, അതെ, ക്രിപ്റ്റോ കാണുന്നുണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഏത് കാര്യത്തിലാണേലും ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്ലെക്സ് ചെയ്യുന്നവരാണേലും നമ്മളാണേലും എല്ലാം വർഷങ്ങൾ മെനക്കെട്ടിട്ടാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുള്ളത്. അത് പിള്ളേർ അറിയാതെ ചെയ്തൊരു കാര്യം.